ഈ സർക്കാർ വന്നില്ല എന്നൊന്ന് സങ്കല്പിക്കുക, കുറച്ചു നേരത്തേക്ക് ഒരു സന്തോഷം കിട്ടുമല്ലോ. ആ സർക്കാരിന്റെ ബജറ്റ് തുടരുകയാണെന്ന് വിചാരിക്കുക, അല്ലല്ല ഒന്ന് സങ്കല്പിക്കുക. ആ സർക്കാർ തുടരുകയാണെന്ന് വെക്കുക, തീർച്ചയായിട്ടും ഈ വർഷം ഒരു പുതിയ ബജറ്റ് ഉണ്ടാവില്ല. ആ ബജറ്റ് നടപ്പാക്കിയിരുന്നുവെങ്കിൽ, അതായത് 1,189 കോടി രൂപ ലോക്കൽ ബോഡിക്ക് അനുവദിച്ച ആ പ്ലാൻ ഈ വർഷം നടപ്പാക്കിയിരുന്നുവെങ്കിൽ, ഈ വർഷം ആ പ്ലാൻ 35,000 കോടി രൂപയുടെ ആ പ്ലാൻ നടപ്പാക്കി വരുമ്പോ 20,000 കോടി ഇല്ല. അപ്പൊ എത്ര കുറയ്ക്കേണ്ടി വരുമായിരുന്നു അറിയാമോ? 57% തുക കുറയ്ക്കേണ്ടി വരുമായിരുന്നു. ആ ബജറ്റാണ്, ആ പ്ലാനാണ് നടപ്പാക്കിയെങ്കിൽ 57% എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാമോ? 5,750 കോടി രൂപ. ഇവർ നീക്കിവെച്ച 10,000 കോടി രൂപയുടെ 5,750 കോടി രൂപ നടപ്പാക്കാതെ പ്ലാൻ കട്ട് നടപ്പാക്കേണ്ട ഗതികേടിൽ ആ ഗവൺമെന്റ് ഉണ്ടാവുമായിരുന്നു. 5,750 കോടി രൂപ പോയേനെ. ഞങ്ങൾ പറഞ്ഞിട്ട് പൊതുസമൂഹത്തോടും നിയമസഭയോടും എല്ലാവരോടും പറഞ്ഞ് കാര്യം ബോധ്യപ്പെടുത്തി 1,533 കോടി കുറച്ചതാണ്. എന്തൊരു നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വിരൽ ചൂണ്ടുമ്പോ 4 വിരലും നെഞ്ചിന്റെ അകത്തോട്ടാണ് കയറിപ്പോണ, നെഞ്ചിന്റെ അകത്തോട്ട് കയറിപ്പോവാ. പിന്നെ ഇപ്പൊ പറഞ്ഞു പട്ടികവർഗക്കാരുടെ പ്രശ്നം പറഞ്ഞു. ഒരു ബജറ്റിൽ, കഴിഞ്ഞ ബജറ്റിൽ പ്ലാൻ കട്ട് എത്രയെന്നറിയാമോ? പ്ലാൻ കട്ട് 500 കോടി SC-യുടെ. നിങ്ങളെ ഗവൺമെന്റ് അങ്ങുകൂടി അവതരിപ്പിച്ച അങ്ങുകൂടി മന്ത്രിയായിരുന്ന മന്ത്രിസഭ പ്ലാൻ കട്ട് SC-യുടെ ഏർപ്പെടുത്തിയത് 500 കോടി, ST-യുടെ 112 കോടി. ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. സർ, ഇത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ബജറ്റാണ്. നമുക്ക് അത്രയും നമ്മുടെ കയ്യിൽ പൈസയുള്ള ഒരു വിഷയമുണ്ട്. ഞാനത് പറയാം. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഈ റൂറൽ ലോക്കൽ ബോഡികൾക്കുള്ള ഗ്രാന്റ് കുറവാണ്. റൂറൽ ലോക്കൽ ബോഡികൾക്കുള്ള അർബൻ ലോക്കൽ ബോഡികൾക്കുള്ള ഗ്രാന്റ് കൂടുതലായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അതായത് അവര് റൂറൽ ലോക്കൽ ബോഡിക്ക് 405 കോടി രൂപയും അർബൻ ലോക്കൽ ബോഡിക്ക് 2,145 കോടി രൂപയാണ് ഈ വർഷത്തെ വകയിരുത്തൽ. നമുക്ക് കേരളത്തിലെ 83% പ്രദേശവും അർബൻ ഏരിയ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെറ്റായ കണക്കാണ് നമ്മുടെ 16ാം ധനകാര്യ കമ്മീഷൻ വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് റൂറൽ ലോക്കൽ ബോഡിക്ക്, അതായത് പഞ്ചായത്തുകൾക്ക് നമുക്ക് 405 കോടിയെ കൊടുക്കാൻ പറ്റുള്ളൂ. 2,145 അർബന് കൊടുക്കണം. അത് ഇംബാലൻസ്ഡ് ആവും കേരളത്തിൽ. നമ്മൾ എന്ത് ചെയ്തു? പ്രാദേശിക സർക്കാരുകൾക്കുള്ള സാധാരണ വിഹിതത്തിൽ നിന്നും 300 കോടി രൂപ മാത്രം മുനിസിപ്പാലിറ്റികൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും ജനസംഖ്യാടിസ്ഥാനത്തിൽ വിഹിതം വയ്ക്കുകയും ബാക്കി തുക മുഴുവനായി 70:15:15 എന്ന അനുപാതത്തിൽ ഗ്രാമപഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും വകയിരുത്തുന്നു. തുകയുടെ കാര്യത്തിലല്ല പ്രശ്നം. ഈ ധനകാര്യ കമ്മീഷന്റെ പൈസ വരുമ്പോൾ അത് ടൈഡ് ഫണ്ടാണ്. നമ്മൾ കൊടുക്കുന്നത് പ്ലാനിൽ അൺടൈഡാണ്. ഇപ്പൊ മുനിസിപ്പാലിറ്റിക്ക് കിട്ടിയിരിക്കുന്ന മുനിസിപ്പാലിറ്റികൾക്കുള്ള പരാതി അങ്ങ് പറഞ്ഞതല്ല പരാതി, ഇതല്ല പരാതി. പൈസ കുറവല്ല, ടൈഡ് ഫണ്ട് അവർക്ക് കൂടുതലായി. അപ്പൊ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ, പ്രായോഗികമായ പ്രയാസങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ കേന്ദ്രവുമായി കൂടി സംസാരിച്ച് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ചെലവാക്കാൻ പണം കിട്ടിയിട്ടുണ്ട്. 2 ഇതായിട്ട് സ്റ്റേറ്റ് പ്ലാനിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, ധനകാര്യ കമ്മീഷന്റെയും പൈസ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ധനകാര്യ കമ്മീഷന്റെ പണം എന്ന് പറയുന്നത് ടൈഡാണ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് അവർക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി ഗവൺമെന്റ് സ്വീകരിക്കും. അല്ലാതെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ഒരു കാര്യത്തിനൊരു പ്രസക്തിയില്ല. ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യം